കാറ്റലിസ്റ്റ് സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. ടൂറിസം മിനിസ്റ്ററെ കാണാനുള്ള അപ്പോയിൻമെൻറ്റ് ചോദിച്ചിരുന്നു. ഇന്നത്തെ ദിവസത്തേക്കാണ് ലഭിച്ചിരുന്നത്. ഞാനും നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസം സെക്രട്ടറി ശ്രീ ബിജു കെ IAS അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ചാണ് ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിനെ കണ്ടു. കേരളത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന പിന്തുണയ്ക്ക് അദ്ദേഹത്തിന് ഉള്ള നന്ദി അറിയിച്ചു. എന്ന് മാത്രമല്ല, കേരളത്തിൽ നമ്മളിപ്പോൾ ടൂറിസത്തിൻ്റെ പൊസിഷൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ, നമ്മളെടുക്കുന്ന പ്രത്യേക ഇനിഷ്യേറ്റീവുകൾ, അത് അദ്ദേഹവുമായിട്ടുള്ള ചർച്ചയിൽ നമ്മൾ ഉന്നയിച്ചു. പ്രത്യേകിച്ച് കേരളം ടൂറിസത്തെ ഒരു ഇൻഡസ്ട്രി സ്റ്റാറ്റസ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ടൂറിസം മേഖലയുടെ ആവശ്യമായിട്ടുള്ള ടൂറിസത്തിന് ഇൻഡസ്ട്രി പദവി നൽകിയതടക്കമുള്ള ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേന്ദ്ര മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. സർക്കാരിപ്പോൾ നടപ്പിലാക്കുന്ന ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ ഇനിഷ്യേറ്റീവിൽ പുതിയ പദ്ധതിയാണ്. അതിൽ കേരളത്തിൻ്റെതായ സവിശേഷമായ ടൂറിസം പ്രാധാന്യത്തെ പരിഗണിച്ച് ഒന്നിലധികം ഡെസ്റ്റിനേഷനുകൾക്ക് നമുക്ക് അനുവാദം നൽകണം എന്ന് അദ്ദേഹത്തെ കണ്ട് അഭ്യർത്ഥിച്ചു. അദ്ദേഹം അതിനോട് വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. കേരളം അത് ഡിസേർവ് ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പിന്നെയുള്ള നിലവിലുള്ള ഈ സ്വദേശി ദർശൻ പ്രസാദ് സ്കീം, ആ സ്കീമുകളെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ കാഴ്ചപ്പാടുകൾ അദ്ദേഹം ഞങ്ങളോട് പറയുകയുണ്ടായി. അപ്പോൾ ഈ സാസ്കി പദ്ധതിയിലടക്കം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കൂടുതൽ ടൂറിസം കേന്ദ്രങ്ങളെ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ ചർച്ചകൾ അദ്ദേഹവുമായിട്ട് നടത്തുകയുണ്ടായി. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെതായ ടൂറിസം പ്രോഡക്റ്റുകളുണ്ട്. ആയുർവേദ വെൽനെസ് ഉണ്ട്, അതുപോലെ ഫോറസ്റ്റ് ആൻഡ് ഇക്കോ ടൂറിസം ഉണ്ട്, പ്ലാന്റേഷൻ റൂറൽ ടൂറിസം ഉണ്ട്, ഹോം സ്റ്റേകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ നടപ്പിലാക്കാൻ പോകുന്ന ടൂറിസം പദ്ധതികളുണ്ട്, ബാക്ക് വാട്ടർ കേന്ദ്രീകരിച്ച് നമ്മൾ നടത്തുന്ന ടൂറിസം പദ്ധതികളുണ്ട്, മെഡിക്കൽ ടൂറിസവുമായി ബന്ധപ്പെട്ട ടൂറിസം പദ്ധതികളുണ്ട്, അതുപോലെ തന്നെ അഗ്രി ടൂറിസമുണ്ട്, ഫാം ടൂറിസമുണ്ട്. അങ്ങനെയുള്ള നമുക്ക് മാത്രം സവിശേഷമായ കേരളത്തിന് മൊനോപ്പൊളിയുള്ള ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്, പ്രോഡക്ട്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്തു. അതിനെല്ലാം കേന്ദ്ര സഹായം കൂടുതലായിട്ട് ഉണ്ടാകണം എന്ന് നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൾച്ചറുമായി ബന്ധപ്പെട്ടും ഇപ്പം കൾച്ചറും ടൂറിസവും ഒരു മന്ത്രി കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായതുകൊണ്ട് ഇത് രണ്ടും സംയോജിപ്പിച്ചുകൊണ്ടുള്ള കേരളത്തിൻ്റെ കൾച്ചറിനെ, കാരണം ഇപ്പോൾ എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിൻ്റെ കാലമാണല്ലോ, അപ്പോൾ കേരളത്തിൻ്റെ റിച്ച് ആയിട്ടുള്ള കൾച്ചറൽ ഹെറിറ്റേജിനെ കൂടി ടൂറിസവുമായിട്ട് സംയോജിപ്പിക്കുന്ന പദ്ധതികളുണ്ട്. ആ പദ്ധതികൾക്കും നമ്മൾ കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചാണ്. അദ്ദേഹവും ഇതുപോലെ തന്നെയാണ്, ടൂറിസത്തിൻ്റെയും കൾച്ചറിൻ്റെയും മന്ത്രിയാണ് അദ്ദേഹം, കേരളത്തിലെ പോലെ തന്നെ. അപ്പോൾ അതിനും നമ്മൾ സഹായം ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ വർഷം കേരള ഹോം ഓഫ് ആയുർവേദ എന്ന പേരിൽ നമ്മുടെ ആയുർവേദത്തെ ഒന്നുകൂടി ഗ്ലോബലി റീബ്രാൻഡ് ചെയ്ത് ഇൻ്റർനാഷണലി ഒന്ന് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ കേന്ദ്ര സഹായം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എക്സിസ്റ്റിംഗ് സ്കീമുണ്ട് 382 crores ആ സ്കീമുകളിൽ ചില സ്കീമുകൾക്ക് നമ്മുടെ ഫിസിക്കൽ പ്രോഗ്രസ് ചില കാരണങ്ങൾ കൊണ്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ആലപ്പുഴ ഞങ്ങൾ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്തിരുന്നു. അതുപോലെ തന്നെ മലമ്പുഴയുടെ കാര്യത്തിലും ഒരു ഇത് ഉണ്ടായിട്ടുണ്ട്. വർക്കലയിലെ കേസിൽ ചില കേസുകൾ ഒക്കെ വന്നിട്ട് ചില താമസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിൽ അതിനകത്ത് നമ്മൾക്ക് സമയത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ചോദിച്ചിട്ടുണ്ട്. അത് പരിഗണിക്കാം എന്ന് തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടുള്ളത്.
ഇന്നലെ ഈ നടപടികൾ പോലീസ് നടപടി നേരിട്ട മന്ത്രി കൂടിയാണ്. ഞാൻ ഇന്നലെ രാവിലെ നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു, ഞാൻ ഇന്നലെ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടാണ് വന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ കേരള ഹൗസിൽ ഇരിക്കുമ്പോഴാണ് സമര സ്ഥലത്തേക്ക് ചെല്ലുവാനുള്ള നിർദ്ദേശം വന്നു. അവിടേക്ക് പോയത് സമരം അറിഞ്ഞ്. പിന്നീട് നിങ്ങളെല്ലാവരും കണ്ടതാണ്. വളരെ അസാധാരണമായ കാര്യങ്ങളാണ് അവിടെ ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയോട് പോലും അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണെന്നുള്ള പരിഗണനയില്ലാതുള്ള ഒരു നടപടിയും സമീപനവുമാണ് ദില്ലി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഈ പ്രതിപക്ഷ പാർട്ടികൾ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകൾക്ക് പിന്തുണ നൽകുന്നുണ്ട്. ആ സമരവേദിയിലും പല വിദ്യാർത്ഥി സംഘടനകളും അവിടെ എത്തുന്നുണ്ട്. പക്ഷേ NSUI CJP സമരത്തിൽ അല്ലെങ്കിൽ അതിന് പിന്തുണ നൽകുന്നില്ല, കോൺഗ്രസ് അതിന് പിന്തുണ നൽകുന്നില്ല. അങ്ങനെയല്ല, ഞങ്ങൾ ഇന്നലെ നടത്തിയ സമരം തന്നെ, ഇന്നലത്തെ സമരത്തിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ മിനിയാന്ന് രാത്രിയിൽ ഈ CJPയുടെ സമരസ്ഥലത്ത് ജന്തർ മന്ദിറിൽ കുട്ടികൾക്ക് നേരെ ഉണ്ടായ ക്രൂരമായ ലാത്തിചാർജും നടപടിയുടെയും ഓടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നത്തിൽ മന്ത്രിയുടെ രാജിയും. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ ഡിമാൻഡ് അതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കണമെന്നുള്ളതാണ്. കേന്ദ്രമന്ത്രി ചർച്ചയ്ക്ക് വന്നപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തോട് പറഞ്ഞ ആവശ്യങ്ങളിൽ ഒന്ന് രാജിയും, 2 കേസ് പിൻവലിക്കണമെന്നുള്ളതാണ്. ഈ സമരങ്ങളോടൊക്കെ ഞങ്ങൾക്ക് ആഭിമുഖ്യം തന്നെയാണുള്ളത്. ബാക്കി കാര്യങ്ങൾ പാർട്ടി AICC എന്ന് പറയും. AICC പറയുന്നത് നമ്മൾ പറയണമായിരുന്നു. അല്ല, അതിന്റെ ഉപസമിതിയുടെ ഫൈനലായിട്ടില്ല. മീറ്റിംഗ് ഇനി ഉണ്ടാവും. അത് ഇനി 2-3 യോഗം ചേർന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹം പറയും. ഉപസമിതി വിദ്യാഭ്യാസ മന്ത്രി പറയും. അത് യോഗം ചേർന്നു, കാര്യങ്ങൾ വിലയിരുത്തി പരിശോധിച്ചു, ലഭിച്ച കാര്യങ്ങൾ പരിശോധിച്ചു, എല്ലാ ഭാഗത്തു നിന്നും കിട്ടിയ കാര്യങ്ങളെല്ലാം ആ സമിതിയുടെ വിലയിരുത്തലുണ്ടായിട്ടുണ്ട്. റിപ്പോർട്ട് അത് സംബന്ധിച്ച് മന്ത്രി പറയും.